എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പ്രത്യേക വീഡിയോ ആണ്. കാര്യം നമ്മളെല്ലാവരും നമ്മുടെ സാരി ബ്ലൗസുകളായാലും ചുരിദാറുകളായാലും എല്ലാ ഡ്രസ്സും നമ്മൾ തയ്ക്കാൻ വേണ്ടി കൊടുത്ത് തയ്ച്ചിട്ട് ആണ് നമ്മൾ ഇടാറുള്ളത്. ചിലർക്കൊക്കെ സ്വന്തമായിട്ട് തയ്ക്കാൻ അറിയാതിരിക്കും, തയ്യൽ പഠിച്ചവർക്ക് അവരൊക്കെ സ്വന്തമായിട്ട് തയ്ച്ച് അവരുടെ ഡ്രസ്സുകളൊക്കെ ഇടാറുണ്ട്. എന്നാൽ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ തയ്ച്ചതാണ് എൻ്റെ ബ്ലൗസ്. അതിനുശേഷം കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞാണ് കണ്ടതിന് ശേഷം ഈ ബ്ലൗസ് ഞാൻ തന്നെ തയ്ച്ചതാണ്. എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെന്ന് വരില്ല നിങ്ങൾ പറയണത്തിന്. എന്റെ നോട്ടത്തിൽ വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പം തോന്നുന്നില്ല എന്റെ നോട്ടത്തിൽ. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ കയ്യിലിന്റെ ഏബിസിഡി പഠിച്ചാറില്ല, മിഷൻ ചവിട്ടാൻ പോലും പഠിച്ചാറില്ലായിരുന്നു. എനിക്ക് ആദ്യം ഒരു മിഷന് സ്റ്റാൻഡേർഡ് ട്രഡീഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ചെറിയ ചെറിയ തുണികളൊക്കെ ഇങ്ങനെ ചവിട്ടി പഠിച്ചു എങ്ങനെയാ തയ്ക്കുന്നത്. പലപ്പോഴും ആ കയ്യിലൊക്കെ തിരിഞ്ഞു പോകുമായിരുന്നു. നമ്മൾ ചവിട്ടുന്ന തിരിഞ്ഞു കറങ്ങുമായിരുന്നു, നൂല് പൊട്ടി പോകുമായിരുന്നു. വീണ്ടും ചവിട്ടിയപ്പോ എന്താണ് തെറ്റെന്നുള്ളത് മനസ്സിലാക്കി ആരോടും ചോദിച്ചൊന്നും മനസ്സിലാക്കില്ല. ഞാൻ സ്വയം അങ്ങനെ ചവിട്ടി പഠിച്ച് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പുറകോട്ട് കറങ്ങിപ്പോയി നൂല് പൊട്ടി പോകുന്നത്. അന്നേരം ഞാൻ പുറകോട്ട് കറങ്ങാതെ ക്ലിയർ ആയിട്ട് ശരിയായിട്ട് കറക്കി ഞാൻ കയ്യിൽ പഠിച്ചു. അങ്ങനെ പഠിച്ചു. അങ്ങനെ ചെറിയ ചെറിയ തുണികളൊക്കെ അങ്ങനെ തയ്ക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ കിട്ട തുണികളും അങ്ങനെയൊക്കെയുള്ള തയ്ക്കുമായിരുന്നു. അതിനുശേഷം ഞാനോട്ട് സാധാരണ എല്ലാവരും ബ്ലൗസുകളൊക്കെ ഇവിടെ കൊടുത്തിട്ട് സാരി ബ്ലൗസ് ഒന്നും എനിക്ക് അങ്ങോട്ട് ഒരു ശരിയായിട്ട് ഇടാൻ പറ്റുന്ന രീതി വരുന്നില്ല. പലയിടത്തും ബുദ്ധിമുട്ട് എനിക്കറിട്ട് വരുന്നൊരു സുഖം തോന്നുന്നില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്റെ ബ്ലൗസ് ഇടുന്ന അഴിച്ചു, ഫുൾ അഴിച്ചു. എങ്ങനെയാണുള്ളത് അപ്പൊ എന്റെ മനസ്സിലുണ്ട് ഇതെങ്ങനെ അടിക്കുന്നത് എന്നുള്ള കാര്യം എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ ഫുൾ അങ്ങനെ അഴിച്ചതിന് ശേഷം അതിലിങ്ങനെ തുണി വെച്ച് കഴിഞ്ഞ് പത്രത്തെ വെട്ടിയിട്ട് അതൊരു കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ മടക്കി വെച്ചു. അപ്പൊ ഈ തുണി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ഈ തുണിയുടെ ഓരോ തയ്യലിന്റെ എവിടെ പാട് വരുമല്ലോ, തയ്യലിന്റെ ചക്കിന്റെ എവിടെയൊക്കെ പാട് വരും, അതൊക്കെ ഞാൻ അളന്നെടുത്തു. എത്രയും ഉണ്ടെന്നുള്ള അളന്നെടുത്തിട്ട് അതൊരു ഡയറിയിൽ എഴുതി വെച്ചു. അപ്പൊ ചക്കി ഇടുന്നതിന്റെ നീളങ്ങളായാലും എല്ലാം ഞാൻ അളവുകൾ എഴുതി ബുക്ക് വെച്ചിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഞാൻ തയ്ച്ചു. അപ്പൊ നമ്മുടെ കറക്റ്റ് അളവ് പോലും വരുന്നില്ല. ഞാൻ തയ്ച്ചപ്പോ ചിലപ്പോ വണ്ണം കൂടുതലായിരിക്കും, ചിലപ്പോ വണ്ണം കുറവായിരിക്കും, ചക്കിനും ഒക്കെ വ്യത്യാസം വന്നു. എന്നാൽ വലിയ കുഴപ്പമില്ലാതൊക്കെ വന്നു. അങ്ങനെ ഇത് മെനക്കെട്ട് ഞാൻ തയ്ച്ച എന്നിട്ട് ഞാൻ കളഞ്ഞില്ല. തോന്നുന്നു ഞാൻ തന്നെ ഇടുന്ന രീതിയിൽ ഞാൻ തയ്ച്ചൊക്കെ ഒപ്പിച്ച് അങ്ങനെ വന്ന് ഇപ്പൊ ഞാൻ എന്റെ സ്വയമായിട്ട് എന്റെ ബ്ലൗസ് തയ്ക്കും. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പോരായ്മയുണ്ട്, നമ്മുടെ തന്നെയാണല്ലോ, അതുകൊണ്ട് അത് അഴിച്ച് ക്ലിയർ ചെയ്തൊക്കെ ഞാൻ ശരിയാക്കും. അങ്ങനെ വന്ന് എന്റെ അമ്മയുടെ ബ്ലൗസ് ആയാലും ഞാൻ അതുപോലെ തന്നെ ആദ്യം ഒരെണ്ണം അഴിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ച് ആ അളവ് ഇപ്പം വണ്ണം കൂടുവാണെങ്കിൽ നമ്മുടെ ആ അളവിൽ കുറച്ചുകൂടെ കൂട്ടിയാൽ മതിയല്ലോ. വണ്ണം കുറഞ്ഞാലും ആ എഴുതി വെച്ചിരിക്കുന്ന അളവിൽ കുറച്ചാൽ മതിയല്ലോ. ആ രീതിയിലാണ് ഞാനിപ്പോ എന്റെ അമ്മയുടെയും മാത്രം സാരി ബ്ലൗസ് ചെയ്തു. അതുപോലെ തന്നെ ചുരിദാറിനും അങ്ങനെ തന്നെ ചെയ്തു. ചുരിദാർ ഞാൻ ഫുള്ളായിട്ട് അഴിച്ചില്ല, അത് അഴുക്ക് വശം തിരിച്ചിട്ടിട്ട് ഞാൻ കറക്റ്റ് മൂവ് അങ്ങനെ അളന്ന് എഴുതി വെച്ചിട്ട് ഓരോന്നും തയ്യൽ എങ്ങനെയാണെന്നുള്ളത് എന്റെ മനസ്സിൽ കൊണ്ടുപോയി എങ്ങനെയാണുള്ളത് വിട്ടുപോകാതിരിക്കാൻ അങ്ങനെയാക്കി ഞാൻ എന്റെ ടോപ്പും പാൻറ്റും എല്ലാം ഞാൻ തന്നെ ഇപ്പൊ തയ്ക്കുന്നത്. ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ, നമ്മളൊന്നും മനസ്സ് വെച്ചാൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ലേ. പക്ഷെ നമുക്ക് എന്തൊരു ക്ഷമ വേണം, മനസ്സ് വേണം. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ ഇപ്പം പലരും എന്നോട് പറഞ്ഞു നല്ല രസമായിട്ടുണ്ട് തയ്ച്ചെല്ലാം ഒക്കെ പലരും എന്നോട് ചെയ്തു. പക്ഷെ എനിക്ക് മറ്റുള്ളവർ തയ്ക്കാൻ എനിക്കൊരു പോരാ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കത് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് അറിയത്തില്ല. മറ്റുള്ളവര് അവർക്കൊന്ന് തയ്ച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലൊരു ബുദ്ധിമുട്ടാണ്, അഥവാ ശരിയായില്ലല്ലോ എന്ന് കൊടുക്കും. പലരും എന്നോട് പറഞ്ഞു അവര് പലയിടത്തും കൊടുത്തിട്ട് അവർക്ക് ഒരു കംഫർട്ട് കിട്ടുന്നില്ല, അവരുടെ ഡ്രസ് തയ്ച്ചിട്ടിട്ട് ഒന്ന് നോക്കാവോ എന്റെ കൂടെ തയ്ച്ച് നോക്കാൻ മതിയാണ്. പക്ഷെ എനിക്കൊരു ഭയമുണ്ട്. കാര്യം നമ്മള് സ്വന്തമായിട്ടുള്ളതാണെന്ന് വരികയും നമ്മൾ രണ്ടു പ്രാവശ്യം അഴിച്ചൊക്കെ റെഡിയാക്കിയാൽ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റുള്ളവരുടെ തയ്ക്കുമ്പോൾ ശരിയാവുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. ഞാൻ ഈ രീതി പറഞ്ഞു കൊടുത്ത് ഇപ്പം തയ്യലിന്റെ അച്ചന്മാരായാലും ഉണ്ട് കേട്ടോ.
അവരവരുടെ ചുരിദാറും ബ്ലൗസും ഒക്കെ തന്നെ തയ്ക്കുന്നവരുമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഒരു മനസ്സ് വേണം, ഒരു ക്ഷമം വേണം. ഇതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ തയ്ച്ചെടുക്കാം. പ്രത്യേകിച്ച് തയ്യൽ പഠിക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഇത് പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്ക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർ ഇതുപോലെ ഒന്ന് തയ്ച്ചോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോ എത്തിയിട്ടുണ്ടാവും.